പിന്നെ മലയാളി മാർഗഴി മഹോത്സവ വേദിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം 94 വയസ്സുള്ള അമ്മ ചെയ്ത വർക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് വർണ്ണ നൂലിൽ തീർത്ത കുറേ കലാരൂപങ്ങൾ അല്ലെങ്കിൽ കലാസൃഷ്ടികളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതിനകത്തിലെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ അമ്മ 84-ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഈ ഒരു ആർട്ടിലേക്കൊക്കെ കടന്നു വരുന്നത്. ഇതിൻ്റെ കഥ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 84-ാമത്തെ വയസ്സിലാണ് ഇത് തുടങ്ങുന്നത്. സീരിയലുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മകൻ്റെ ഇൻസ്പിറേഷൻ കൊണ്ടാണ് അങ്ങനെ ഈ ഒരു ആർട്ടിലേക്കൊക്കെ വരുന്നത്. അതിനകത്തിൽ ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കും. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടുന്ന സംഭവമാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൻ്റെ പരമമായ ആനന്ദം വാട്ട് ഐ ക്യാൻ ഗെറ്റ്, എനിക്കെന്ത് കിട്ടുന്നു എന്നതിലല്ല, വാട്ട് ഐ ക്യാൻ ഗിവ്, എനിക്കെന്ത് നൽകാനുള്ളത് എന്ന അബ്ദുൽ കലാമിൻ്റെ വേർഡാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരം, വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വേർഡാണ്. അമ്മ ഇതൊന്നും വിൽക്കാൻ വേണ്ടിയല്ല വെച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ കുറച്ച് വർക്കുകളൊന്ന് കാണാം. ഇത് ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 40കൾക്ക് ശേഷം അല്ലെങ്കിൽ പലപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ചും കുട്ടികളുണ്ടാകുന്ന കുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുന്നു. അതിനുശേഷം പല അമ്മമാരും ഒറ്റപ്പെട്ടുമാണ്, ജീവിതത്തിലും എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടുമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വലിയൊരു വർക്ക് അല്ലെങ്കിൽ ഇത്രയും കിട്ടുന്ന നമുക്ക് സമയം വളരെ യൂസ്ഫുള്ളായിട്ട് പ്രയോജനപ്പെടുത്താമെന്നുള്ളൊരു എക്സാമ്പിളാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അമ്മയുടെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫ്രണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അസാധാരണമായ അങ്ങനെ ഒരു വലിയൊരു കാര്യം നമുക്ക് ചിത്രത്തിലൂടെയല്ല പറയാനുള്ളത്, ഈ ചിത്രങ്ങൾ നൽകുന്ന സന്ദേശത്തിലൂടെയാണ്. ഈ ചിത്രങ്ങൾ നൂലുകളിൽ നെയ്യുന്ന സമയത്ത് ഇത് ഒരു 94 വയസ്സുള്ള ഒരു അമ്മ ചെയ്ത വർക്കുകളാണ്. ഒരു വർക്ക് തീർക്കണം എന്നുണ്ടെങ്കിൽ ക്ഷമയോടെ നെയ്ത് 4 ആഴ്ച 5 ആഴ്ച വരെ എടുത്തിട്ട് ഓരോ വർക്കുകളും തീർക്കുകയാണ്. അത് തീർക്കുന്നത് 85-ാമത്തെ വയസ്സിൽ പഠിച്ച ഒരു കലാരൂപമാണ് ഈ ഇതിൽ തുടങ്ങുന്നത്. 85-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ ആൾക്കാർ അവരുടെ ജീവിതം ഏകദേശം തീരുമാനമായി എന്നുള്ള മട്ടിലാണ് എല്ലാവരും. അത് ബാക്കിയുള്ള ആൾക്കാർ പലരും സീരിയലിൻ്റെ മുന്നിലൊക്കെ ഒതുങ്ങിക്കൂടുമ്പോൾ ഇവരുടെ മക്കൾ അമ്മയോട് ചോദിച്ച ഒരു ചോദ്യത്തിലാണ് നമ്മുടെ ആ നിൽക്കുന്ന 3 പേര് മക്കളാണ് പത്മിനി അമ്മയുടെ. അവർ 3 പേരിലും മധുവേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിലാണ് ഇവർക്ക് ഈ ഒരു ഞാൻ ക്രിയേറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ചിന്തിച്ച് അതിലേക്ക് ഇങ്ങനെ ഒരു ആർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തത് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 55 ചിത്രങ്ങളാണ്. 55 200ഓളം ചിത്രങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്തത് നല്ല ചിത്രങ്ങൾ നോക്കി വേണ്ടപ്പെട്ടവർക്ക് ഫ്രീ ആയി ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരെണ്ണം പോലും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തതല്ല. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് തന്നെ പലർക്കും കൊടുത്തത് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ ആ കിടക്കുന്ന ആ കുതിരയുടെയൊക്കെ ചിത്രം കണ്ടിട്ട് ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ പണ്ടൊരു കുതിര ഉണ്ടായിരുന്നു, ആ കുതിര അതുപോലെ നോക്കിയിരുന്നു, അതേപോലെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അതെനിക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അത് വില ചോദിച്ചിട്ട് വില പറയുകയോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചിത്രത്തിൻ്റെ മഹത്വത്തെക്കാൾ ആ അമ്മ ആ പ്രായത്തിൽ കാണിച്ച ആ ഡെഡിക്കേഷൻ, അത് ആ മക്കൾ അവരെ കൊണ്ടുവന്ന് ആ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവർ ചെയ്ത ആ വർക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല വീട്ടിലും സന്ധ്യക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം പോലും കിട്ടൂല എന്ന് പറയും. അവിടെ ചെന്ന് ചായ വയ്ക്കാൻ പറ്റില്ല, അല്ലാതെ സീരിയൽ കാണായിരിക്കും. ആ സമയത്ത് ഈ പ്രായത്തിൽ ക്രിയേറ്റീവായി ചെയ്യാൻ ആ അമ്മ കാണിക്കുന്ന ആ ഒരു ക്ഷമയും അതിനോട് ഒരു പുതിയൊരു കലാരൂപം പഠിച്ചെടുക്കുകയും അത് വിജയകരമായി 94-ാമത്തെ വയസ്സിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാനം ചെയ്ത ഒരു ഫോട്ടോ ആണ് ആ ലാസ്റ്റ് വെച്ചിരിക്കുന്നത്. 2024 നമ്മളിവിടെ വരുന്നതിന് 2 ദിവസം മുന്നേ തീർത്ത വർക്കാണ്. ഇതുപോലെയുള്ള വർക്കുകൾ ഇപ്പോഴും ചെയ്തു കൊണ്ടുപോകുന്നു. അപ്പോൾ നാളെ നമ്മുടെ വീടുകളിൽ നമ്മൾ കുട്ടികളെ നോക്കി ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്ന അമ്മമാർക്കൊക്കെ ഇതൊരു പ്രചോദനമായിരിക്കണം. അവർ നാളെ പുതിയ കലാരൂപങ്ങളായിട്ട് പുതിയ കാര്യങ്ങളാണ്. നമ്മൾ കൊറോണ കാലത്ത് കണ്ടു പലരും പല കഴിവുകളായി മുന്നേക്ക് വരുന്നത്. ഇനി പ്രായമായി റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നതിന് മുന്നേ അവർക്ക് ഇത് പൂർണ്ണമായും ഇനി ഒരു പുതിയൊരു മേഖലയിലേക്ക് കടന്ന് വിജയകരമായി ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതിനൊരു ഉദാഹരണം കാണിക്കുക എന്നുള്ളതാണ് ഇതിൽ. 3 മക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെ? എക്സിബിഷനായിട്ട് വന്നിട്ട് 3 മക്കളാണ്. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തലശ്ശേരി, കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് വരിക. തലശ്ശേരിയിൽ ചൊക്ലി എന്ന് പറയുന്ന പഞ്ചായത്ത്. നിങ്ങൾ എത്ര മക്കളാണ്? 11 പേരുണ്ട്. 7 ആണും 4 പെണ്ണുമാണ്. അമ്മയുടെ എങ്ങനെയാണ് ഈ ഒരു മോട്ടിവേഷൻ ഇങ്ങനെ വരുന്നത്? മോട്ടിവേഷൻ അമ്മ ആദ്യം ഈ TV സീരിയലൊക്കെ കണ്ട് സമയങ്ങൾ കൊന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 84 വയസ്സായപ്പോൾ എൻ്റെ അനുജൻ ഇവിടെ വന്നിട്ടുണ്ട്, മധു എന്ന് പറഞ്ഞ അവനാ പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു കാര്യം ചെയ്തൂടെ എന്നല്ല. അതിനു മുമ്പ് അമ്മ തയ്യലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. അതെ അതെ.
ഓ ഓ ഓ. പിന്നെ അതിനുശേഷം അല്ല നമുക്ക് ബേസിക്കലി നമ്മളിങ്ങനെ തുടങ്ങണ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അത് അങ്ങനെ ഉണ്ടായിരുന്നോ അതോ അത് വേണമെന്നില്ല, ഇത് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആർക്കും ചെയ്യുന്ന ഒരു കാര്യം? ഇതിന് പിന്നെ നമുക്കൊരു താല്പര്യം വേണം, ആ പിന്നെ നല്ല ക്ഷമയും വേണം. ക്ഷമയും വേണം. അതാണ് ഇതിന്റെ പ്രധാന കാരണം. എല്ലാവരും അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ആർക്ക് വേണമെങ്കിലും ആ വേണ്ടാത്ത സമയം കൊല്ലുന്നതിന് പകരം ഈ- ഇത്തരം കാര്യങ്ങളിൽ ചെയ്താൽ ഓക്കെ മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഓക്കെ ഓക്കെ. അതാണ് ഇതിന്റെ വർണ്ണനൂല് എന്ന് പറഞ്ഞാൽ എന്താണ്? നൂല് കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? എല്ലാം. ഇത് പിന്നെ ഇവരെ ഒരു കിറ്റായിട്ട് കിട്ടും, സ്റ്റിച്ച് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ആങ്കർ കമ്പനി ഇറക്കുന്നത്. ആ ആ ആ. അതാണ് അമ്മ ഉപയോഗിക്കുന്നത്. വേറെ കമ്പനികളിൽ ഉണ്ടാവും, ഓക്കെ. പക്ഷെ ആങ്കർ കമ്പനിയുടെയാണ് അമ്മ ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ? ആമസോണിൽ ഇത് കിട്ടും. ഇവിടെ നമ്മളൊരു ഇത് വെച്ചിട്ടുണ്ട് അവിടെ. ആ ആ. ഓ, അതിൽ product. ആ ആ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടുണ്ട്. ആ അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഒരു തുണി ഉണ്ടാവും അതിനകത്ത്, ഈ ഹോൾസിൽ ആ ആ. അതിനകത്ത് ഡിസൈൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു പേപ്പറിൽ ആ. ഇതിനൊക്കെ നമ്പർ ഇട്ടിട്ട് ആ കളർ അടക്കം കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. ഇത് അതിൻ്റെ പിന്നെ നൂലും അതിൻ്റെ കൂടെ അവർ സപ്ലൈ ചെയ്യും. സെപ്പറേറ്റ്. ഓക്കെ, സൂപ്പർ സൂപ്പർ. അതുകൂടെ നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് പ്രേക്ഷകർക്ക് കുറച്ചൊന്ന് കാണിച്ചു തരാം. ഇതാ വളരെ മനോഹരമായ വർക്കുകളാണ്. വളരെ എന്താണ് പറയുക, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സന്തോഷമല്ല, ഒരു മനോഹരത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരോട് ചോദിച്ചു അമ്മയ്ക്ക് ഓൾറെഡി ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, അല്ല ആർട്ടിസ്റ്റ് കഴിവുകളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, 84ാമത്തെ വയസ്സിൽ ഇത് തുടങ്ങിയാണ്, ജസ്റ്റ് താല്പര്യത്തിന് പുറത്ത് തുടങ്ങിയാണ്. ഇപ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ആർട്ടെന്ന് പറഞ്ഞത് എന്താണ് പറയുക, ജന്മന കിട്ടണമെന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ് ഈ ഒരു കാഴ്ച, ഇവിടുത്തെ ഒരു കാഴ്ച പിന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലെ അമ്മമാർക്കും അമ്മൂമ്മമാർക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിലേക്കാണ് ഞാൻ ഈ വീഡിയോ അവർക്ക് വേണ്ടിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് പ്രയോജനമാണ്. എത്രത്തോളം 55ഓളം ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഓരോ ചിത്രവും പൂർത്തീകരിക്കാൻ ഒരുപാട് സമയം വേണമെന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ക്ഷമയും വേണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ എത്രത്തോളം പെർഫെക്ഷൻ ആണെന്ന്. അപ്പോൾ അമ്മ 2 ദിവസത്തിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്തൊരു ചിത്രം വരെ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഈ വീഡിയോ ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോകൾ പ്രേക്ഷകർ ഷെയർ ചെയ്യാൻ ആവശ്യപ്പെടാറില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ ആവുക, അവരെന്തെങ്കിലും അവരുടേതായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാനുമുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. കണ്ടു നോക്കൂ നിങ്ങൾ ആ കടുവയുടെ പെർഫെക്ഷൻ നോക്കൂ, എന്താണ് കുതിരകളെ നോക്കൂ, പട്ടി, കടുവ, സോ അമേസിങ്. പിന്നീട് ഇവരിപ്പോൾ പറയുന്നു ഇതിനെ വരയ്ക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് പോലും, ഇതിങ്ങനെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് ഒരു ഇൻപുട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ മലയാളി മാർഗഴി മഹോത്സവത്തിലാണുള്ളത്. ചെന്നൈ മലയാളി മാർഗഴി മഹോത്സവത്തിൻ്റെ കൂടുതൽ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുക, ഇവിടെ ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു എന്നതിലല്ല, എനിക്കെന്ത് നൽകാൻ കഴിയുന്നു എന്നതിലാണ് നമ്മളെപ്പോഴും എന്താണ് പറയുക ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ മഹത്തായ വാക്കുകളാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. അമ്മയുടെ ഇതുവരെ 150-ലധികം ചിത്രങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ഇവിടെ 55 കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, വളരെയധികം സന്തോഷം. അമ്മയുടെ പേര് കൃഷ്ണപുരം പത്മിനി അമ്മ എന്നാണ്. സ്നേഹപൂർവ്വം വിനയപൂർവ്വം കൃഷ്ണപുരം പത്മിനി അമ്മ. അപ്പോൾ അമ്മ ഈ വരച്ച ചിത്രങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇവർ അടുത്തായിട്ട് റിവീൽ ചെയ്യുന്നത്. ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഓക്കെ, ഇത് സ്റ്റിച്ച് കിറ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നൊരു സാധനമാണ്. അതിനകത്തുണ്ടാവുന്ന സാധനം ഈ തുണിയുടെ ഹോൾസുള്ള തുണി, അതിൻ്റെ മേലെ ഡിസൈനും ഉണ്ടാവും. പക്ഷേ ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേർക്ക് നോക്കിയാൽ ഇതിൻ്റെ സഹായത്തോടെയാണ് ചെയ്യുക. ഇതിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡ് കോഡ്. A എന്ന് പറയുന്ന ഇത് ഇവിടെ ഇപ്പോൾ D എടുക്കുക. D ഇതാ, A ഇവിടെയുണ്ട്. അപ്പോൾ A 257. ഇതിൽ കൊടുത്ത നൂലിൽ എല്ലാത്തിനും നമ്പർ ഉണ്ടാവും. ഈ നൂലിന് ഇതിപ്പം 254 257. അതേപോലെ ഒരു നൂലുണ്ടാവും. ആ നൂലാണ് അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അത് ഇതെല്ലാം അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ പ്രോഡക്റ്റ് ഇതേപോലെ ഉണ്ടാവും, ഈ ഡിസൈൻ. അപ്പോൾ ഇതാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്, പക്ഷേ താല്പര്യം വേണം. പിന്നെ ഇതിന് പുറമെ നല്ല ക്ഷമയും. കാരണം ഈ 94 വയസ്സിൽ അമ്മ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ഷമേൻ്റെ ഏറ്റവും ഇതായ. ഓക്കെ.